I hope you are safe at home. Okay, let us discuss last assignment. Question ഇതാണ്. ഫിഗറില് ഒരു ക്യൂബിക്കൽ ക്ലോസ്ഡ് സർഫേസ് ആണ്. ചാർജ് കോർണറിൽ വെച്ചിട്ടുണ്ട്. We want to find out flux through the face ABCD. നമുക്ക് ABCD ഫേസിലൂടെയുള്ള ഫ്ലക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെടുത്തുള്ള ഒരു ലോ ഉണ്ട്, ഗോസസ് ലോ. ഗോസസ് ലോ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഫേസിലൂടെയുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ഗോസസ് ലോ ഒന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഇതാണ് ഗോസസ് ലോ. നമുക്ക് ഗോസസ് ലോ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ക്ലോസ്ഡ് സർഫേസും അതിലൊരു ചാർജുമാണ്. എന്നാൽ നമുക്ക് ഗോസസ് ലോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ നിന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ഒരു ക്ലോസ്ഡ് സർഫേസ് ആണിത്. ആ ക്ലോസ്ഡ് സർഫേസിന്റെ ഇൻസൈഡ് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അത് അവിടെ കാണിച്ചത് ഫിഗറിൽ. ആ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അതിൽ നിന്ന് ഫീൽഡ് ലൈൻസ് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അതാണ് ഞാനിതാ കാണിച്ചിരിക്കുന്നത്. ഫീൽഡ് ലൈൻസ് ആണ്, റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഇനി നമ്മൾ ഈ ക്ലോസ്ഡ് സർഫേസിന്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ചാർജാണ് വെച്ചതെങ്കിൽ, അതാണ് ഈ ഫിഗറിൽ ഞാൻ കാണിച്ചത്. ഇതാണ് ക്ലോസ്ഡ് സർഫേസ്. അതിൽ ഉള്ളിൽ നമ്മളൊരു നെഗറ്റീവ് ചാർജാണ് വെച്ചതെങ്കിൽ ഫീൽഡ് ലൈൻസുകൾ കാണിച്ചിട്ടുണ്ട്. ഫീൽഡ് ലൈൻസുകൾ എല്ലായ്പ്പോഴും റേഡിയലി ഇൻവേർഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകളൊക്കെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. ഇവിടെ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകളൊക്കെ ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്യും. ഹിയർ ഇൻ ദിസ് കേസ് field lines are diverging from a point. Here field lines are converging to a point. അപ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് സർഫേസും ഇതൊരു ക്ലോസ്ഡ് സർഫേസ് ആണ് ഇമാജിൻ ചെയ്യുക. അതിനുള്ളിൽ ഒരു ചാർജ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗോസസ് ലോ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഗോസസ് ലോ എന്താ പറയുന്നത്? അപ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫേസിൻ്റെ ഉള്ളിൽ ഒരു ചാർജ് ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നെറ്റ് ഫ്ലക്സ് ത്രൂ ദിസ് സർഫേസ്, ത്രൂ ദിസ് ക്ലോസ്ഡ് സർഫേസ്, നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ക്ലോസ്ഡ് സർഫേസ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം ഫൈ ഇ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാം. ഫൈ ഇ കൊണ്ടാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ ഇ ഇവിടെ എഴുതിയിട്ടുണ്ട്. കാരണം ഇതൊരു ഇലക്ട്രിക് ഫ്ലക്സിനെ സൂചിപ്പിക്കുന്നു കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ വരുന്ന ചാപ്റ്ററിൽ മാഗ്നറ്റിക് ഫ്ലക്സും കൂടി വരും. അപ്പം നമ്മൾ ഫൈ ഇക്ക് പകരം ഫൈ ബി ആണ് എഴുതുക. ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫൈ എഴുതിയിട്ട് അതിന് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഇ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഇ സി ഈക്വൽ ടു, ഇത് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ക്ലോസ്ഡ് സർഫേസ് ആണ്. അതായത് ഒരു ക്ലോസ്ഡ് സർഫേസിന്റെ ഉള്ളിലുള്ള ചാർജാണ് ഇവിടെ. ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ആണ്. ഇനി അത് ഈ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ
നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളിലുള്ളത്. ഈ ക്ലോസ്ഡ് സർഫേസിന്റെ ഉള്ളിലുള്ളത് നെഗറ്റീവ് ചാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു -q/ε0. ഇവിടെ മൈനസ് വരാൻ കാരണം നെഗറ്റീവ് ചാർജ് ആണ് ഇവിടെ വെച്ചത്. ഇനി അടുത്ത കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ക്ലോസ്ഡ് സർഫേസിൽ നമ്മൾ ഒരു ഡൈപോൾ ആണ് വെച്ചതെങ്കിൽ, ക്ലോസ്ഡ് സർഫേസ് നമ്മൾ അതിലൊരു ഡൈപോൾ ആണ് വെച്ചതെങ്കിൽ, അപ്പോ ഒരു ഡൈപോളിന് രണ്ട് ചാർജ് ആണ് ഉള്ളത്, ഒരു പ്ലസ് ക്യൂവും ഒരു മൈനസ് ക്യൂവും. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ക്ലോസ്ഡ് സർഫേസ് അവിടെ ഉണ്ട്. നെറ്റ് ഫ്ലക്സ് ത്രൂ ദിസ് ക്ലോസ്ഡ് സർഫേസ് എന്തായിരിക്കും? നമുക്ക് ഗോസസ് ലോ ഉപയോഗിക്കാം, which is phi is equal to q enclosed by divided by epsilon 0. അപ്പോൾ ഇവിടെ നമ്മൾ phi ഇത് അവിടെ ഉണ്ട്, phi is equal to നമ്മൾ ഈ ക്ലോസ്ഡ് സർഫേസിന്റെ ഉള്ളിലുള്ള ടോട്ടൽ ചാർജ് എന്തായിരിക്കും? 0 ആണ്. 0/ε0, which is equal to 0. അപ്പോൾ ഈ ക്ലോസ്ഡ് സർഫേസിലൂടെയുള്ള നെറ്റ് ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ ഫിഗറിൽ നിന്ന് വളരെ വ്യക്തമാണ്. നിങ്ങൾ നോക്കുക, ഇതാ ഫ്ലക്സ്, ഇതാ ഈ സർഫേസിൽ നിന്ന് ഈ ഫ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ലീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര ഫ്ലക്സ് ആണോ ലീവ് ചെയ്യുന്നത് അത്രയും ഫ്ലക്സ് ഇവിടെ എൻ്റർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും? ത്രൂ ദിസ് ക്ലോസ് സർഫേസ് എന്തായിരിക്കും? 0. അതാണ് ഉദ്ദേശിച്ചത്. ശരിക്കും ഇതിലെ ഫ്ലക്സ് പുറത്തേക്ക് പോകുന്നുണ്ട്, അത്രയും ഫ്ലക്സ് ഉള്ളോട്ട് വരുന്നുണ്ട്. അപ്പൊ നെറ്റ് ഫ്ലക്സ് ത്രൂ ദിസ് ക്ലോസ് സർഫേസ് ഈ 0. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ക്ലോസ്ഡ് സർഫേസ് ആണ് ഇവിടെ കാണിച്ചത്. ഔട്ട്സൈഡ് ആണ് ചാർജ് ഉള്ളത്. അപ്പൊ ഇവിടെ ഗോസസ് തിയറം നമ്മൾ ഗോസസ് ലോ ഉപയോഗിക്കുകയാണെങ്കിൽ the net flux through the closed surface ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകും? what is net flux, which is phi is equal to 0/ε0. കാരണം ഇവിടെ 0 ഇടാൻ കാരണം ഇതിനുള്ളിൽ ഒരു ചാർജ് ഇല്ല, അതുകൊണ്ട് ഫ്ലക്സ് എന്തായിരിക്കും? 0. ഫ്ലക്സ് ത്രൂ ദിസ് ക്ലോസ് സർഫേസ് would be 0 ആയിരിക്കും. കാരണം അവിടെ നമുക്ക് ചാർജ് ഇവിടെയാണ് വെച്ചത്, ഫീൽഡ് ലൈൻസ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് കാണിച്ചത്. അപ്പൊ ഈ ക്ലോസ്ഡ് സർഫേസിൽ എത്ര ഫ്ലക്സ് ആണോ എൻ്റർ ചെയ്യുന്നത് അത്രയും ഫ്ലക്സ് ഇരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ക്ലോസ് സർഫേസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി, ഫ്ലക്സ് 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇനി അടുത്ത കേസിൽ നമ്മൾ ഇതൊരു ക്ലോസ്ഡ് സർഫേസ് ആണ് ഇവിടെ കാണിച്ചത്, അതിൽ ബൗണ്ടറിയിലാണ് ചാർജ് ഉള്ളത്. ആ കേസിൽ നമുക്ക് ഗോസസ് ലോ, ഈ സർഫേസിൽ നമുക്ക് ഗോസസ് ലോ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഈ ക്ലോസ്ഡ് സർഫേസിന്റെ ബൗണ്ടറിയിലാണ് ചാർജ് വെച്ചത്. നമുക്ക് ഗോസസ് ലോ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മുടെ ക്ലോസ്ഡ് സർഫേസിന്റെ ഉള്ളിലായിരിക്കണം ചാർജ്, അല്ലെങ്കിൽ പുറത്തായിരിക്കും. ബൗണ്ടറിയിലായതുകൊണ്ട് നമുക്ക്
ഈ സർഫേസിന് നമുക്ക് ഗോസസ് ലോ ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ല. ഈ അടുത്ത് അപ്പോ ഇവിടെയും അങ്ങനെയാണ് വന്നത്. കണ്ടില്ലേ, ഒരു ക്ലോസ്ഡ് സർഫേസ് ആണ്, ക്യൂബിക്കൽ ക്ലോസ്ഡ് സർഫേസ് ആണ്. അതിന്റെ ബൗണ്ടറിയിലാണ് ചാർജ് സത്യത്തിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഗോസസ് തിയറം അല്ലെങ്കിൽ ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത് നോക്കാം. ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ക്യൂബിക്കൽ ക്ലോസ്ഡ് സർഫേസ് ആണ്, ക്യൂബിക്കൽ സർഫേസ് ആണ്. അതിന്റെ സൈഡ്, ആ ക്യൂബിന്റെ സൈഡ് എ ആണ്. നമ്മൾ എന്ത് ചെയ്തു, ഒരു 2A സൈഡുള്ള ഒരു ക്യൂബ് നമ്മൾ എന്ത് ചെയ്തു, കൺസ്ട്രക്ട് ചെയ്തു. അതിന്റെ സെന്ററിലാണ് നമ്മളുടെ ഈ ചാർജ് വെച്ചത്, സെന്ററിലാണ്. ഇനി നമുക്ക് ഗോസസ് ലോ ഉപയോഗിക്കാം. കാരണം ഒരു ക്ലോസ്ഡ് സർഫേസുമായി അതിൻ്റെ ഉള്ളിലൊരു ചാർജുമായി. അങ്ങനെയാണെങ്കിൽ we can find out flux through this closed surface, which is phi is equal to Q, which is charge placed inside this closed surface Q by divided by epsilon. അപ്പോൾ നമുക്ക് എന്ത്, ഈ ക്ലോസ്ഡ് സർഫേസിൽ നിന്ന് പുറത്തു പോകുന്ന ഫ്ലക്സ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഈ സർഫേസിലൂടെയുള്ള, ഈ ക്ലോസ്ഡ് സർഫേസിലൂടെയുള്ള ഫ്ലക്സ് കണ്ടുപിടിച്ചു. അപ്പൊ എന്തിനാണ് നമ്മൾ ഇങ്ങനെ 2A സൈഡുള്ള ഒരു ക്യൂബിക്കൽ ഗോസിയൻ സർഫേസ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തതെന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ അത് നോക്കണമെങ്കിൽ അടുത്ത സ്ലൈഡ് നോക്കാം. അപ്പൊ 2A സൈഡുള്ള ഒരു ക്യൂബിക്കൽ ഗോസിയൻ സർഫേസ് കൺസ്ട്രക്ട് ചെയ്താൽ നമ്മുടെ ഈ ക്യൂബിക്കൽ സർഫേസ് ഈ വലിയ ക്യൂബിന്റെ 1/8 ഭാഗമായിരിക്കും. അത് ഫിഗറിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ ഈ ക്യൂബാണ് ഇവിടെ. അപ്പൊ നമുക്ക് ഈ ക്യൂബിക്കൽ സർഫേസിൽ നിന്ന്, ഈ ക്യൂബിക്കൽ സർഫേസിലൂടെയുള്ള ഫ്ലക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഷുവറാണ്, ചാർജ് എവിടെ വെച്ചിരിക്കുന്നത്, ഈ ക്യൂബിക്കൽ സർഫേസിന്റെ സെന്ററിലാണ് വെച്ചത്. അപ്പം ഈ സിമെട്രി കാരണം, സെന്ററിൽ വെച്ചത് കൊണ്ട് ഈ ക്യൂബിക്കൽ സർഫേസിന്റെ സിമെട്രി കാരണം എല്ലാ ഫേസിലൂടെയും, ഈ വലിയ ക്യൂബിന്റെ എല്ലാ ഫേസിലൂടെയും എന്ന് പറഞ്ഞാൽ 6 ഫേസിലൂടെയും ഈക്വൽ ആയിട്ടായിരിക്കും ഫ്ലക്സ് പോകുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫേസിലൂടെയുള്ള ഫ്ലക്സ് കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ AEFG ഈ ഫേസിലൂടെയുള്ള ഫ്ലക്സ് കിട്ടണമെങ്കിൽ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് ഡിവൈഡ് ബൈ 6, അതാണ് ഇവിടെ ഫ്ലക്സ് ത്രൂ വൺ ഫേസ് AEFG. ഇത്രയും ഫ്ലക്സ്. ഇനി നമുക്ക് ഈ AEFG ഈ ഫേസിനെ നമുക്ക്
4 സ്ക്വയർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു സ്ക്വയറിൽ കൂടെ പോകുന്ന ഫ്ലക്സ് കണ്ടുപിടിക്കുക. ടോട്ടൽ നമുക്കറിയാം, ടോട്ടൽ ഫ്ലക്സ് അറിയാം, which is Q divided by 6 epsilon 0. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ സ്ക്വയറിൽ കൂടെ പോകുന്ന ഫ്ലക്സ്, അതാണ് നമ്മുടെ ഇവിടെ ഈ സ്ക്വയറിൽ കൂടെ പോകുന്ന ഫ്ലക്സ് എത്രയായിരിക്കും? ഇത് this divided by 4, which is equal to എത്രയായിരിക്കും? Q by 24 epsilon 0. ഇതാണ് നമ്മുടെ ആൻസർ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരു വലിയ ക്യൂബ് കൺസ്ട്രക്ട് ചെയ്തത്. ഇതിൽ കൂടെ പോകുന്ന ABCD കൂടെ പോകുന്ന ഫ്ലക്സ് കണ്ടുപിടിക്കാൻ. ഇവിടെ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഈ ക്ലോസ്ഡ് സർഫേസിന്റെ ബൗണ്ടറിയിലാണ് ചാർജ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോസസ് തിയറം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, കൂടാതെ നമ്മുടെ പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്യൂബിക്കൽ ക്ലോസ്ഡ് സർഫേസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ.